നമസ്കാരം, ഗ്രാമോളജിസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിങ്ങനെ വാണിയമ്പാറ തൃശ്ശൂർ ഹൈവേ കൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. വാണിയമ്പാറ തൃശ്ശൂർ എന്ന് പറയാൻ പറ്റില്ല, ഇത് ആക്ച്വലി നമ്മുടെ സേലം എറണാകുളം അങ്ങനെ വേണം പറയാൻ. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ വാണിയമ്പാറയാണ്. അപ്പോൾ ഇന്ന് 2-3 പരിപാടികളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കണം. കുറച്ച് ദിവസമായിട്ട് ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് യെല്ലോ അലർട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ എനിക്ക് വേറെ കുറച്ച് വർക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി അങ്ങോട്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ വീഡിയോ ഒക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്ന് 1-2 കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒന്ന്, നമ്മുടെ എനിക്കൊരു ക്ലയൻറ്റിനെ കാണാണ്ട്. 2, നമ്മുടെ ഗോപിയില്ലേ ഡോമിനർ എടുത്തത്, അപ്പോൾ ആൾക്കൊരു ഹെൽമെറ്റ് വാങ്ങാനുണ്ട്. അപ്പോൾ നമുക്ക് നല്ല ഹെൽമെറ്റ് എവിടെ കിട്ടുമെന്ന് നോക്കി നോക്കാം. പിന്നെ 3, പറ്റാഞ്ച ഒരു ഫുഡ് വ്ളോഗും കൂടി ചെയ്യാമെന്ന് വിചാരിക്കുന്നു. നോക്കട്ടെ, അതെങ്ങനെയാണെന്ന് അറിയില്ല. സമയം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. ഇപ്പോൾ ഇത്രയും കോടിക്കണക്കിന് രൂപയൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് പണിത റോഡിൻ്റെ അവസ്ഥ ഇതാണ് കേട്ടോ. എല്ലാ കാര്യമുണ്ടോ ഈ തുരങ്കൊക്കെ ഉണ്ടാക്കാൻ? ഒരു കുഴപ്പമില്ലാതെ ഇവിടെ ഈ റോഡ് നിന്ന് വീതി കൂട്ടി നല്ല രീതിയിൽ പണിയിപ്പിച്ച കുറച്ച് കാശെങ്കിലും ഒന്ന് എന്താ പറയുക ലാഭിക്കായിരുന്നു. ഇതിപ്പോൾ ഉള്ളതും പോയി, ആകെ മോശമായിപ്പോയി. അപ്പോൾ ഇന്ന് പതിവില്ലാതെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഓണത്തിന് ശേഷം എനിക്ക് തോന്നുന്നു ജനങ്ങൾക്കൊന്നും അങ്ങനെ വലിയ കോവിഡ് കാര്യങ്ങളൊന്നും വലിയ പ്രശ്നമായിട്ട് തോന്നുന്നില്ല തോന്നുന്നു. കാരണം ഈ ഓണം കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും റഷാണ്. എന്താവോ ഇവിടുത്തെ കടകളൊക്കെ ഓപ്പണായ അങ്ങനെ ഇരുമ്പ് പാലം എത്തി, പ്രസിദ്ധമായ ഇരുമ്പ് പാലം. മഴ പെയ്യല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോകുന്നത്. യെല്ലോ അലർട്ടിലാണ്, എന്നാലും മഴ അങ്ങനെ പെയ്യല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു ഡിസ്കവറി, പണ്ടത്തെ ഡിസ്കവറി പോയത്. എനിക്ക് ഡിസ്കവറി സ്പോട്ട് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഒരു പ്രാവശ്യം ഓടിച്ച് നോക്കി. എനിക്ക് പക്കയാണ്, ഒരു രക്ഷയില്ലാത്ത വണ്ടിയാണ്. എന്നാണോ അങ്ങനത്തെ വണ്ടികളൊക്കെ വാങ്ങാൻ പറ്റുക? അപ്പോൾ നമ്മുടെ കുതിര അമ്പലം കേട്ടോ ഇത്. ആക്ച്വലി ഇപ്പോൾ എന്താ തമിഴ്നാട്ടിലത്തെ അമ്പലം നോക്കണ പോലെ ഉണ്ട്, എനിക്ക് അങ്ങനെ തോന്നുന്നു. കുഴി ഇപ്പോൾ മൊത്തം കുഴിയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അത് കണ്ടില്ലേ, അമ്പലത്തിൻ്റെ കളർ തന്നെ ആകെ എല്ലാം പല പെയിൻറ്റുകൾ അടിച്ചിട്ട് ഒരു മഴവിൽ കളറായിപ്പോയി. ആകെ മൊത്തം ഒരു മഴവിൽ കളറായിപ്പോയി. ഒരു പണ്ടത്തെ ആ ആംബിയൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. പണ്ട് വരുമ്പോൾ നല്ല രസമായിരുന്നു കാണാൻ, ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു. എന്താ വെച്ചാൽ ഒരു ബ്ലാക്ക് ആയിരിക്കും, അപ്പോൾ ഒരു പ്രത്യേക വൈബായിരുന്നു. ഒരു ശരിക്കും നമ്മുടെ ഒരു അന്തരീക്ഷത്തിൽ കാണുന്ന ഒരു അമ്പലം പോലെ തോന്നി. ഇതിപ്പോൾ കുറേ കളറൊക്കെ അടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ തമിഴ്നാട്ടിലേക്ക് പോകുമ്പോൾ കാണുന്ന അമ്പലം പോലെ ആയിപ്പോയി. എനിക്കതിനോട് അത്ര താല്പര്യമില്ല. അപ്പോൾ നമ്മൾ പട്ടിക്കാടെത്തി. ഇത് പട്ടിക്കാടിൻ്റെ പഴയ റോഡാണ്. ഇതിൻ്റെ അവസ്ഥയും ദുർബലമായി. പുതിയ റോഡ് അവിടെ പണിയുന്നുണ്ട്, പക്ഷേ ഈ സമയത്ത് പണി നടക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം റോഡൊക്കെ അടച്ചിട്ട് കണ്ടോ, കുഴിയൊക്കെ കണ്ടോ എൻ്റെ പൊന്നേ. സെവനപ്പ്, കൊക്കക്കോള, പെപ്സി, ഫോണടിച്ച് കൈയിട്ടെടുക്കാൻ പറ്റില്ല. ഓ, പീച്ചി ഭാഗത്തേക്കുള്ള വണ്ടിയാണല്ലോ. ആണല്ലേ, കുഴികൾ കുഴികൾ കുഴികൾ, ആകെ മൊത്തം കുഴികൾ. ചേട്ടാ, ഞാൻ കയറി പോകട്ടെ പ്ലീസ്. അയ്യോ, ഇന്ത്യൻ ഓഫീസ് അടച്ചു. വാട്ട് ഹാപ്പൻ? എനിക്കിവിടുത്തെ കട്ട്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണ്, നൈസാണ്. ഇന്ത്യൻ ഓഫീസിലത്തെ കട്ട്ലേറ്റ് ഉണ്ടല്ലോ, നല്ല രസം കഴിക്കാൻ. മണ്ണുത്തി എത്തിട്ടോ. മണ്ണത്തിലും റോഡിൻ്റെ അവസ്ഥ സെയിം തന്നെ.
ആക്ച്വലി ഇത് ഫ്ലൈ ഓവർ വന്ന പിന്നെ മണ്ണുത്തി ശരിക്കും ഉറങ്ങിപ്പോയി. കാരണം കച്ചവടം കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ വണ്ടികൾ വരുന്നത് കുറഞ്ഞിട്ടുണ്ട്. അത് കാരണം മണ്ണുത്തി ആകെ മൊത്തം എന്താ പറയുക, ഒരു സ്ലീപ്പി ആയിപ്പോയി. സ്ലീപ്പി ടൗൺ അല്ലേ, സ്ലീപ്പി വില്ലേജ് എന്നൊക്കെ പറയുന്ന പോലെ. ഹായ്, ഒത്തം കിടക്കണ്ടല്ലോ. അതിൻ്റെ കളർ നല്ല രസമുണ്ടല്ലോ. 57E75 നല്ല കളർ. ഓ, നമുക്ക് പണി തന്നു. ആക്ച്വലി ഈ സാധനം വെച്ചത് നല്ല കാര്യമാണ്, ഇതിങ്ങനെ വെച്ചേക്കണത്. പക്ഷേ ആക്സൊക്കെ ഉണ്ടാവാൻ ഇതും ഒരു കാരണമാണ്. കാരണം പെട്ടെന്നല്ല വരുന്നത്. കണ്ടോ, ഇതാണ് അവസ്ഥ. നല്ല ചെയ്ത കേട്ടോ, റെഡും ഗ്രീനും ഉണ്ട്. അപ്പോൾ ആലൊക്കെ ഉണ്ടാവുമോ? ഏതോ ഒരു തോട്ടത്തുനിന്ന് പറിച്ചെടുത്ത് കൊണ്ടിരുന്നതാണ് എന്ന് തോന്നുന്നു. കെട്ടിയിട്ടൊക്കെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു കേട്ടോ. എന്താ ടൗണിലൊക്കെ നല്ല തിരക്കായി. തുറന്നിട്ടുണ്ട് എന്ന് തോന്നുന്നു എനിക്ക്. ഒരു കാര്യം, നമുക്ക് റൈറ്റ് വഴി വിടാം. എന്താ അത്? തുറന്നിട്ടില്ല. എൻ്റെ പൊന്നേ, നല്ല റഷുണ്ട് കേട്ടോ. ശരിക്കും നല്ല റഷുള്ളൊരു സമയമാണെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഓണം കഴിഞ്ഞ ശേഷം എല്ലായിടത്തും നല്ലൊരു റഷ് കാണാനുണ്ട്. കാരണം ജനങ്ങൾ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞു. കോവിഡ് കാര്യങ്ങളൊന്നും അത്ര വലിയ വിഷയമായിട്ടുള്ള കാര്യങ്ങളല്ല എന്ന് തുടങ്ങി എനിക്ക് തോന്നുന്നു, അങ്ങനെ തോന്നുന്നു. കാരണം അതിൻ്റെ ഒരു തിരക്കാണ് കാണുന്നത്. ഇതേത് സൊമാറ്റോ ആണോ? സൊമാറ്റോ നമ്മുടെ ബുള്ളറ്റിൽ സൊമാറ്റോ പോകണം. നല്ല നെല്ലിക്ക, നാരങ്ങ. അപ്പോൾ നമ്മുടെ സൂവിൻ്റെ ഇവിടെ എത്തിട്ടോ. ഇപ്പോൾ എന്തായാലും സൂവിലൊന്നും ഇതൊന്നുമില്ല, ഓപ്പൺ ചെയ്യണമെന്നില്ല. അവിടുത്തെ തൊഴിലാളികളെ മാത്രമാണ് മൃഗങ്ങൾ കാണുന്നുള്ളൂ. അത് കാരണം ഭയങ്കര ഇണക്കം വന്നിട്ടുണ്ടെന്നൊക്കെ പറയുന്നത് ന്യൂസിലൊക്കെ അങ്ങനെ ഒരു വാർത്തയൊക്കെ കേട്ടു. എന്തായാലും അതൊക്കെ നന്നായി. പക്ഷേ ഇവരുടെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. കാരണം അതിനുള്ളൊരു വരുമാനം കാര്യങ്ങളൊന്നും കിട്ടണമില്ലല്ലോ. എന്തായാലും അതും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കാരണം എല്ലായിടത്തും അതെ, സകല എന്താ പറയുക, നമ്മുടെ ടൂറിസം വകുപ്പുകളും കാര്യങ്ങളൊക്കെ അടച്ചിട്ടിരിക്കുകയല്ലേ. ഇനിയിപ്പോൾ ഏതൊക്കെ തുറന്ന് പ്രവർത്തിക്കാൻ പോകുകയെന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട്. ഈ ആഴ്ച തുറക്കുമെന്നൊക്കെ പറയുന്നുണ്ട്, അറിയില്ല. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ റൗണ്ടിലേക്ക് കയറാൻ പോകാം കേട്ടോ. റൗണ്ടിലും തിരക്കുണ്ട്. അപ്പോൾ ഇതാ പാറമേക്കാവ് അമ്പലം, നേരെ ഓപ്പോസിറ്റ് നമ്മുടെ തേക്കിൻകാട് മൈതാനം. അവിടെ വടക്കുന്നാഥനും തേക്കിൻകാട് മൈതാനം. അതിൻ്റെ ഉള്ളത് കയറിയിട്ട് കുറേ നാളായിട്ടോ സത്യം പറഞ്ഞാൽ. ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഇവിടെ വർക്ക് ചെയ്യാം, അവിടെ വർക്ക് ചെയ്യാം. ഇവിടെ വർക്ക് ചെയ്യണോ? ഇത് ഇവിടെ സ്ഥലമുണ്ടോ? അപ്പുറത്തേക്കാം. അയ്യ, ശരിക്കും വണ്ടി അവിടെ വയ്ക്കാൻ സ്ഥലമുണ്ട്, എന്നാലും വേണ്ട. കാരണം ഇവിടെ വയ്ക്കാം. കാരണം നമ്മളായിട്ടൊരു വണ്ടി ഫ്രണ്ടിൽ കൊണ്ട് തിരക്കും കാര്യങ്ങളൊന്നും കുത്തിക്കയറ്റുന്നോ കാര്യങ്ങളൊന്നുമില്ല. കാരണം ചിലപ്പോൾ റോഡ് സൈഡ്, അവിടെ റോഡ് സൈഡിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും മിക്കുണ്ടാകാൻ പറ്റുക. അപ്പോൾ അതൊന്നും വേണ്ട. ഇവിടെ പാർക്കിംഗ് ഉണ്ടല്ലോ.
എത്ര ഏട്ടാ? ആ ഇപ്പം എടുക്കും. നിങ്ങൾക്ക് ആ കട വരെ പോകാൻ വേണ്ടിയിട്ടാ. ഓക്കെ, അവിടെ സ്ഥലമുണ്ട് എന്തായാലും, പക്ഷെ വേണ്ട ഇൻ കേസ്. കാരണം അവിടെ വണ്ടികളും കാര്യങ്ങളൊക്കെ വെക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ വണ്ടി കൊണ്ട് വെച്ച് കഴിഞ്ഞിട്ട് എന്തിനായി അവരുടെ വണ്ടികൾ ഇറക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നേനെ എന്തിനാ വെറുതെ? 10 രൂപയുടെ കാര്യമല്ലേ ഉള്ളൂ. അങ്ങനെ മനസ്സിറങ്ങി വരാം. അല്ലെങ്കിൽ അവിടെ പോസ്റ്റ് ഓഫീസ് റോഡില്ലേ, അവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇനി ഹെൽമെറ്റോളജിസ്റ്റ് കാഴ്ചകളാണ് കേട്ടോ. ഹലോ, ഇതൊക്കെ LS2 6600 6 ആ റേഞ്ച് വരുന്ന സാധനങ്ങൾ. ഇതൊക്കെ ഗോപിയേട്ടൻ തപ്പി ചെയ്തതാ. ഗോപി MT വിട്ടിട്ട് കളിയില്ല. ഒരെണ്ണം ട്രൈ ചെയ്തു, അത് ഇതായി. എനിക്ക് ഓക്കെ, ഇത് ലാർജാണോ? ആ ഇത് ലാർജ്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ MTയുടെ ഹെൽമെറ്റ് എടുത്തു കേട്ടോ. 8900 റേഞ്ച് എന്തോ ആയി. 8 രൂപ 8 സംതിങ് ആയിട്ടുണ്ട്. പിന്നെ എനിക്കൊരാളെ കാണാണ്ടായിരുന്നു, അപ്പോൾ ആളെ കണ്ടു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് തൃശ്ശൂർ വിടുക കേട്ടോ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഞാൻ കാണിക്കണം വിചാരിച്ചിട്ടുള്ളൊരു തട്ടുകട ഉണ്ടായിരുന്നു, നല്ലൊരു ഫുഡായിരുന്നു. അപ്പോൾ അത് തുറന്നിട്ടില്ല ഇന്ന്. അപ്പോൾ ഇനിയിപ്പോൾ അത് കാണിക്കാൻ പറ്റില്ല. സാരമില്ല, നമുക്ക് വേറൊരു ഫുഡ് ബ്ലോഗ് എന്തായാലും പറഞ്ഞല്ലേ, അപ്പോൾ നടത്തണ്ടേ. അപ്പോൾ നമുക്ക് വേറൊരു രസകരമായിട്ടുള്ള, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു കൗതുകരമായിട്ടുള്ള കുറച്ച് ആംബിയൻസ് ഒക്കെ ആയിട്ടുള്ളൊരു സംഭവം കാണിച്ചു തരാം. റെസ്റ്റോറൻറ്റ് എന്ന് പറയാൻ പറ്റുമെന്നറിയില്ല, സംഭവം ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ അത് തൃശ്ശൂർ വിട്ടിട്ടാണ് കേട്ടോ. തൃശ്ശൂർ പറവട്ടാണി ആ ഭാഗം വിട്ടിട്ടാണ്. അപ്പോൾ ഇപ്പോൾ നമുക്കിനി അങ്ങോട്ട് പോവാം. ചാനൽ ഇനിയിപ്പോൾ തുടർച്ചയായിട്ട് വീഡിയോകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ എൻ്റെ ചാനൽ പറയുന്നത് ഗ്രാമോളജിസ്റ്റാണ്. അപ്പോൾ ഗ്രാമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ ഒരു R15ൻ്റെ വീഡിയോ ഇട്ടപ്പോൾ തന്നെ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇതിലെന്താണ് പരസ്പര വിരുദ്ധമായിട്ടുള്ള വീഡിയോ ഒക്കെ ഇടുന്നത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൽ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, R15 നമ്മുടെ നാട്ടിലെ റോഡിൽ കൂടി ഓടിച്ച് നോക്കിയിട്ട് എന്ത് തോന്നുന്നു, എങ്ങനത്തെ ഉള്ളവരൊക്കെ ഉപയോഗിക്കാം എന്നുള്ളതായിരുന്നു ഞാൻ ആ വീഡിയോ ഇട്ടത്, അല്ലാതെ അതിൻ്റെ ഒരു റിവ്യൂ അല്ല. അപ്പോൾ അതേപോലെ ബേസ് ചെയ്തിട്ട്, അതായത് ഇപ്പോൾ എല്ലാവരും ഓടിക്കുമ്പോൾ ഒന്നുകിൽ സിറ്റി ഡ്രൈവ് അല്ലെങ്കിൽ ഹൈവേ ഡ്രൈവ്, ഇതൊന്നും അല്ലാത്ത പല ടെറൈൻസുള്ള റോഡുകൾ നമ്മുടെ ഗ്രാമങ്ങളിലുണ്ട് അല്ലേ. അപ്പോൾ ആ റോഡുകളിലൊക്കെ ഓടിച്ചിട്ടുള്ള ഒരു അഭിപ്രായം കൂടി ഞാൻ ഈ ചാനൽ ഉണ്ടാവും. ചാനലിൽ ഈ വണ്ടികളും കാര്യങ്ങളൊക്കെ ഓടിച്ചിട്ടുള്ള അഭിപ്രായം ഈ ചാനൽ പറയും. അപ്പോൾ ആരും അതൊരു കംപ്ലീറ്റ് റിവ്യൂ അല്ലെങ്കിൽ വണ്ടികളുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനങ്ങളുടെയോ പേര് കയറ്റാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പരസ്യമോ കാര്യങ്ങളായിട്ട് ആരും തെറ്റിദ്ധരിക്കരുത്. കാരണം 1-2 പേര് അങ്ങനെ എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയണത്. ഗ്രാമങ്ങളുമായി ബന്ധപ്പെട്ടുള്ള എന്ത് കാര്യങ്ങളും, ഇപ്പോൾ നമ്മുടെ ഗ്രാമങ്ങളിലും വണ്ടിയുണ്ട്, പലതരത്തിലുള്ള വണ്ടിയുണ്ട്. ചിലപ്പോൾ സ്പോർട്ട് വണ്ടികൾ വരെ, ഒരു ഹൈ ക്ലാസ് വണ്ടികൾ വരെ നമ്മുടെ ഗ്രാമങ്ങളിലുണ്ട്. അപ്പോൾ ഈ ചാനലിൽ ഇനിയിപ്പോൾ അതൊക്കെ ഉണ്ടാവും. പല വണ്ടികളുടെയും റിവ്യൂവും കാര്യങ്ങളൊക്കെ വരാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഉണ്ടാവും. സോ വേറെ അങ്ങനെ പ്രത്യേകിച്ച് വേറൊരു ഇതായിട്ട് തെറ്റിദ്ധരിക്കരുത്. കാരണം ഇതെൻ്റെ ഒരു വ്ളോഗും കൂടിയാണ്. ഞാൻ പോകുന്ന സ്ഥലങ്ങൾ, ഞാൻ പോകുന്ന കാഴ്ചകൾ. ഇത് ഗ്രാമോളജിസ്റ്റ് എന്ന പേരിട്ട കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഗ്രാമങ്ങളോട് ഭയങ്കര താല്പര്യമാണ്. ഞാൻ കൂടുതലും അങ്ങനത്തെ ഉള്ളേരിയ കാര്യങ്ങളൊക്കെയാണ് ഞാൻ പോകാറുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു പേരിട്ടത്. പിന്നെ ഞാനൊരു തനി നാടനാണ്. ഓക്കെ, തനി നാടൻ എന്ന് പറയുന്നത് എനിക്ക് അങ്ങനെ ആ രീതിയിൽ ജീവിക്കാനാണ് എനിക്ക് താല്പര്യം. അതിനോട് കുറച്ചും കൂടി അറ്റാച്ച്മെൻറ്റ് ഉണ്ട് തോന്നുന്നു. അത് കാരണമാണ് അങ്ങനെ ഒരു പേരിട്ടത്. അപ്പോൾ ഇമാതിരിയുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാം. A1 ചിപ്സ് ആൻഡ് ബേക്സ് എല്ലാവിടെയും, ഏത് നാട്ടിൽ പോയാലും ആ ചിപ്സ് കടയ്ക്ക് ഒരു പ്രത്യേക പേരുണ്ടാവും, A1. ഏത് നാട്ടിലുണ്ടാവും, A1 ഉണ്ടാവും. ഇപ്പോൾ പറവട്ടാണി എത്തി കേട്ടോ. പറവട്ടാണിയിൽ നമുക്കിവിടെ ഷേക്സ്പിയർ കൊണ്ടൊരു കടയുണ്ട്, ഒരു റെസ്റ്റോറൻറ്റ് എന്ന് വെച്ചാൽ പറയാം. നമുക്ക് ജസ്റ്റ് ഒന്ന് അവിടെ കയറാം. നമുക്ക് അവിടുത്തെ കുറച്ച് കാഴ്ച കാണാം. ഒരു ചെറിയൊരു ഫുഡ് ബ്ലോഗ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും നമുക്ക് നോക്കാം. ഇനി ഇതും അടച്ചിട്ടിരിക്കണോ എന്ന് എനിക്കറിയില്ല. നോക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ.
ലവ് തൃശ്ശൂർ. അപ്പോൾ ഇത് കഫേ ഷേക്സ്പിയർ ഞാൻ പറയാം. ഓക്കെ, ഉള്ളിലേക്ക് കയറാം. പേരെഴുത് ഏതാടാക്ക. സമയം ഇത് തെറ്റാ. നിന്നത് 4 മണി. അയ്യോ എൻ്റെ വാച്ച് നിന്നേ. അപ്പോൾ ഇതിൻ്റെ ബാറ്ററി മാറ്റണം. അവിടെ വെച്ച് ബാറ്ററി മാറ്റിയാൽ മതിയായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ അപ്പോൾ നമ്മൾ എല്ലായിടത്തും കയറുമ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ആംബിയൻസ് ഒരു രക്ഷയില്ലാത്ത ആംബിയൻസ് ആണ്. അതല്ലാതെ വേണ്ട. നല്ല പെയിൻറ്റിങ്സ്, അതുപോലെ തന്നെ ആർക്കെങ്കിലും പുസ്തകമൊക്കെ വായിക്കാൻ പുസ്തകം കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നോറ റോബർട്ട്സിൻ്റെ ഉണ്ട്. അങ്ങനെ കുറേ ആൾക്കാരുടെ അത്യാവശ്യം പോകുന്ന എല്ലാ സാധനങ്ങളും ഉണ്ട്. സ്ട്രീറ്റ് വാക്ക് ഉണ്ട്, ജോൺ സ്റ്റോണിൻ്റെ, അത് വന്നത്. ആംബിയൻസ് ഉണ്ട് ഒരു രക്ഷയില്ലാട്ടോ. ഇനി എന്നെ കാണിച്ചില്ല ഒന്നും വേണ്ട, ഞാനിതവിടെ. ഇതാണ് അപ്പോൾ വാങ്ങിച്ച ഹെൽമെറ്റ് MTയുടെ 8 രൂപ. 8 രൂപയാണ്. ഇല്ലാന്ന് പറഞ്ഞു 8 രൂപ. ഇത് വാങ്ങിച്ചാൽ നമുക്ക് റിമൂവ് ചെയ്യാം ഈ സാധനം. ആവശ്യമുണ്ടെങ്കിൽ വെച്ചാൽ മതി. ഇതിനടുത്ത് കളഞ്ഞു. എനിക്കിതൊരു വല്ലാത്തൊരു പ്രയാസം. എനിക്കിത് വല്ലാത്ത പ്രയാസം. ഞാൻ സാധനം എടുത്ത് മാറ്റി വെച്ചു. പിന്നെ അത്യാവശ്യം എയർ വെന്റിലേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹെഡിലുണ്ടോ അത്? ഹെഡിൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഹെഡിൽ പറഞ്ഞിട്ടുണ്ട്. കുഴപ്പമില്ല, നല്ല സാധനമാണ്. ഇവിടെ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒരു നമ്മുടെ ജോ സപ്പോർട്ടും കൂടി ഉണ്ട്. സംഭവം പൊടിച്ചിട്ടുണ്ട്. പറഞ്ഞതിൽ ഒരു സാധനം വന്നു, മാജിക് ക്രീമി ചിക്കൻ. കൊള്ളാം. ഒരു പ്രത്യേക പോട്ടിലൊക്കെ ആയിട്ട് കൊണ്ടുപോകുന്നത്. എന്താണ് ആദ്യം നോക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇതാണ് ചിക്കൻ വരുന്നത്. ടേസ്റ്റ് മൈനേഴ്സിൻ്റെ ഒക്കെ വേറൊരു സാധനം. മൈനസ് കുറച്ച് ക്രീമി കാര്യങ്ങളൊക്കെ വരും. കുഴപ്പമില്ല, കുറച്ച് ക്രഞ്ചും ഉണ്ട്. പെട്ടെന്ന് ട്രൈ ചെയ്യണു. ഇത് ജംബോ ചിക്കൻ ബർഗർ ഉണ്ട്. ദെൻ ഫ്രഞ്ച് ഫ്രൈസിന് പകരമായിട്ടുള്ളത് പപ്പടമാണ്. ഇത് എനിക്ക് തോന്നുന്നു മധുരത്തിൻ്റെ മൈനസ് ആകും. കുറച്ച് ഷുഗറായിട്ടുള്ളത്, എക്സ്ട്രാ ചീസിയാണ്. കുഴപ്പമില്ല. എന്തായാലും സ്ട്രോബെറി മോജിറ്റോ അല്ലേ? കണ്ടോ, ഇത് കാലിയാക്കി, ഇതേപോലെ കാലിയാക്കിയവ. ഇത്രയും സാധനങ്ങൾ കഴിച്ച് കഴിഞ്ഞാൽ 650 രൂപ കേട്ടോ. കുഴപ്പമില്ല, നല്ലൊരു കുഴപ്പമില്ലാത്ത ചാർജാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതിൽ അവസാനിക്കണം. കാരണം ഇപ്പോൾ ബാറ്ററി മിക്കതും ഓഫാവും. ഞാൻ വേറെ ബാറ്ററി എടുക്കാൻ മറന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സോ ഈ വഴി പോകുന്നവരെ ജസ്റ്റ് ഒന്ന് ഷേക്സ്പിയറിൽ കയറിയിട്ട് കുഴപ്പമില്ലാത്തൊരു ഫുഡാണ് കേട്ടോ. അതായത് ഇങ്ങനത്തെ ബർഗർ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന അങ്ങനത്തെ ഒരു സൗക്ക്. ഞാൻ ആക്ച്വലി നാടൻ ഫുഡിനോട് താല്പര്യമുള്ള ആളാണ്, എന്നാലും ഒന്ന് ട്രൈ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നല്ല സപ്പോർട്ട് തരിക. ഇനി തുടർച്ചയായിട്ട് വീഡിയോ ഉണ്ടായിരുന്നായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.